എന്തായാലും മോരും മുതിരയും പോലെയാ. ഈ ദീപക് എന്ന അലവലാതിക്ക് ഒട്ടും ചേർന്നതല്ല അവള്. ആ, എനിക്കോ തോന്നിയതാ. ചെമ്മീൻ കറിയും നാരങ്ങ വെള്ളവും പോലെ. ആ പെണ്ണ് നല്ലൊരു തറവാടി പറഞ്ഞതാ. എന്തൊരു ഐശ്വര്യ. ഈ വൃത്തികെട്ടന്റെ കൂടെ ആ കുട്ടി ചേർന്ന് പോവോ കേട്ടാ? അതാ എനിക്ക് സംശയം. അവൻ കുറുക്കനല്ലേ? കുറുക്കന്റെ കയ്യിൽ കോഴിയെ കിട്ടിയ പിന്നെ എന്താ സംഭവിക്കുന്നത് പറയണ്ടല്ലോ. അവൻ നന്നാവണമെങ്കിൽ ഒരു ഗോൾഡൻ ചാൻസാ ആ പെണ്ണ്. അവളുടെ കൂടെ അന്തസ്സായിട്ട് അവന് ജീവിക്കാം. അല്ല, എനിക്ക് മറ്റൊരു കാര്യം ഓർക്കുമ്പോഴാ അതിശയം. അതെന്താട്ടാ? ഈ അനന്തപിള്ളയ്ക്ക് ഇത്രയും നല്ലൊരു മകളെങ്ങനെ ഉണ്ടായി? അതിലൊന്നും അമ്പരപ്പെടണ്ട. അതെന്താ യാമിനി? ചെളിയിൽ നിന്നല്ലേ ഏട്ടാ ചെന്താമര വിരിയുന്നേ. അമ്മേ, ബാഗ് ഞാൻ എടുക്കാം. വരൂ. ദേ, ഗൗരാമി ബാഗുമായി വരുന്നു. ഗൗരാമി അല്ല ശേഖരേട്ടാ, പിന്നെ ശിവഗാമി. ഓ, ഗൗരാമി അക്വാരത്തിൽ കിടക്കുന്ന ഒരു ഫിഷാ. പ്രതാപ, ശിവഗാമി പോവാന്ന്. മുള്ളേ ചവിട്ടി നിൽക്കുന്ന പോലെയാണല്ലോ ശിവാമി. എന്താ അത്ര ധൃതി? പോണം വർമ്മ സാറേ. മുംബൈയിലല്ലേ സ്ഥിരതാമസം? അല്ല, പിന്നെ പാലക്കാടോ? അത് തറവാടാ. മുംബൈയില് ഫ്ലാറ്റിലാണോ? അതെ, ബൈക്കുളയില്. ഒറ്റയ്ക്ക് എന്തിനാ അവിടെ പോയി താമസിക്കുന്നെന്ന് ഞാൻ ചോദിച്ചതാ. അനന്തപിള്ള ജയിലിലല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നമുക്കിവിടെ കൂടാന്ന് ഞാൻ പറഞ്ഞതാ. അതൊന്നും ശരിയാവില്ല. മകളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതില് എനിക്ക് വിഷമമുണ്ട്. അത് ഒരമ്മയുടെ സങ്കടം മാത്രം. പക്ഷെ ആ സങ്കടം നിങ്ങൾ എല്ലാരെയും ഓർക്കുമ്പോൾ എനിക്ക് മാറും. കാരണം അത്ര നല്ലൊരു തറവാട്ടിലേക്കാ എന്റെ പാവം കുട്ടി വന്നിരിക്കുന്നത്. വിഷമിക്കുന്നു വേണ്ട. ഞങ്ങളൊക്കെ നല്ല ആളുകൾ തന്നെയാ. അതിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല സാറേ. നന്ദനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ അംബികെ. യാമിനി, മോളെ. അമ്മ വരൂ. ശരി വർമ്മ സാറേ. ശരി. നന്ദന നല്ല കുട്ടിയാ അല്ലേ രാജു? അതെ സാറേ. ദീപക്കിനെ അവള് മാറ്റിയെടുക്കുമായിരിക്കും അല്ലേ? മാറ്റിയെടുത്തേക്കും.